The non-profit organization prepare 3 financial statements at the year end. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അതിൻ്റെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം 3 പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഒരു ട്രേഡിംഗ് കൺസേൺ, ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും അതിൻ്റെ ഫൈനൽ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് നോക്കാം. ഒന്ന് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ്, രണ്ടാമത്തേത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്, മൂന്നാമത്തേത് ബാലൻസ് ഷീറ്റാണ്. ഒന്നാമത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇറ്റ് ഈസ് എ ക്യാഷ് ബുക്ക്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, പേര് തന്നെയുണ്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്. ഒരു വർഷത്തിൽ നടന്നിട്ടുള്ള എല്ലാ റെസിപ്റ്റുകളും അതേപോലെ എല്ലാ പേയ്മെൻറ്റുകളും രേഖപ്പെടുത്തുന്ന അക്കൗണ്ടാണ്. അതോടൊപ്പം ഇറ്റ് ഈസ് എ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കാണ്. നമുക്ക് സ്ഥാപനത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ ക്യാഷ് റെസിപ്റ്റുകളും വന്നിട്ടുള്ള ക്യാഷും അതേപോലെ സ്ഥാപനത്തിൽ നിന്നും പുറത്തോട്ട് പോയിട്ടുള്ള ക്യാഷും രേഖപ്പെടുത്തി വെക്കുന്ന അക്കൗണ്ടാണ്. ഇറ്റ് ഈസ് സമ്മറി ഓഫ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ്. ഒരു വർഷം മുഴുവൻ നടന്നിട്ടുള്ള എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻ്റെയും സമ്മറിയാണ് നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഓരോ മാസങ്ങളിലും സാലറി കൊടുത്തിട്ടുണ്ടാവും, ഓരോ മാസങ്ങളിലും ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചിട്ടുണ്ടാവും. അപ്പോൾ സാലറി 12 പ്രാവശ്യമായിട്ട് കൊടുത്ത സാലറി എന്ന് പറയുന്ന ആ എമൗണ്ടുകളെല്ലാം തന്നെ സമ്മറൈസ് ചെയ്ത് ഒരു ഐറ്റമായിട്ടാണ് നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ കാണിക്കുന്നത്. അതേപോലെ 12 മാസങ്ങളിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ 12 മാസങ്ങളിൽ നൽകിയിട്ടുള്ള ഇലക്ട്രിസിറ്റി ബില്ലുകൾ ടോട്ടൽ എമൗണ്ട് എത്രയുണ്ട് നോക്കി ആ എമൗണ്ട് ടോട്ടൽ സമ്മറൈസ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു വർഷം വ്യത്യസ്ത കാറ്റഗറികളിലായിട്ട് നൽകിയിട്ടുള്ള എമൗണ്ടുകളെല്ലാം തന്നെ സമ്മറൈസ് ചെയ്ത് അത് ഓരോ ഐറ്റമായിട്ടാണ് നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓപ്പണിംഗ് ബാലൻസോട് കൂടിയാണ്. അതൊന്നുകിൽ ക്യാഷ് ബാലൻസ് ആവാം, അതല്ല എങ്കിൽ ബാങ്ക് ബാലൻസ് ആവാം. ദെൻ അവസാനിക്കുന്നത് ഒരു ക്ലോസിംഗ് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസോട് കൂടിയാണ്. എല്ലാ റെസിപ്റ്റുകളും ഒരു വർഷം നമുക്ക് കിട്ടിയിട്ടുള്ള പല കാറ്റഗറിയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള റെസിപ്റ്റുകളെല്ലാം തന്നെ നമ്മൾ സമ്മറൈസ് ചെയ്ത് ഓരോ ഐറ്റം ആക്കി റെസിപ്റ്റ് സൈഡായിട്ടുള്ള ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. അതേപോലെ എല്ലാ പേയ്മെൻറ്റുകളും നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ കാണിക്കും. അതോടൊപ്പം തന്നെ ആ വർഷം ആ ഫിനാൻഷ്യൽ ഇയറിൽ ലഭിച്ചിട്ടുള്ള മുഴുവൻ റെസിപ്റ്റുകൾ നമ്മൾ കാണിക്കും. ക്രെഡിറ്റ് സൈഡിൽ ആ വർഷം ചെയ്തിട്ടുള്ള എല്ലാ പേയ്മെൻറ്റുകളും കാണിക്കും. അവസാനം നമുക്ക് ക്ലോസിംഗ് ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഇതാണ് ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ സ്പെസിമെൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റുകളാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻ്റ് ആണുള്ളത്. സ്റ്റാർട്ട് ചെയ്യുന്നത് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാന ദിവസമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓപ്പണിംഗ് ബാലൻസ്, അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഓപ്പണിംഗ് ഡേയിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് എത്ര അല്ലെങ്കിൽ ബാങ്ക് എത്ര, ആ എമൗണ്ടാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ ആ വർഷം കിട്ടിയിട്ടുള്ള എല്ലാ റെസിപ്റ്റുകളും, ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വരിസംഖ്യയാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഇൻകം സോഴ്സ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷനാണ് വരിസംഖ്യ. അത് ഒരു പക്ഷേ കഴിഞ്ഞ വർഷത്തേക്ക് വേണ്ടി ഈ വർഷം കിട്ടിയതുണ്ടാവാം, ഈ ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടി കിട്ടിയതുണ്ടാവാം, അടുത്ത നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടി ഈ വർഷം കിട്ടിയതുണ്ടാവാം. എങ്ങനെയാണെങ്കിലും ഏത് ഡേറ്റിനാണ് കിട്ടുന്നത്, അതായത് ഈ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് മുതൽ ക്ലോസ് ചെയ്യുന്ന ആ ഡേറ്റിനിടക്ക് ഏതെങ്കിലും ഡേറ്റിനാണ് ഈ പറയുന്ന കഴിഞ്ഞ വർഷത്തേക്കുള്ളതോ അടുത്ത വർഷത്തേക്കുള്ളതോ ഈ വർഷത്തേക്കുള്ളതോ ആയിട്ടുള്ള പേയ്മെൻറ്റ് സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതെങ്കിൽ നമ്മളിതിൽ കാണിക്കും. അതേപോലെ എൻട്രൻസ് ഫീ,
ഇപ്പോൾ സ്കൂളുകളൊക്കെ ആണെങ്കിൽ അതിൽ ചേരുന്ന സമയത്ത് എൻട്രൻസ് ഫീ ഉണ്ടാവും. അങ്ങനെ ഒരു വർഷം മുഴുവൻ കിട്ടിയിട്ടുള്ള എൻട്രൻസ് ഫീ സമ്മറൈസ് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് എത്രയാണോ അത് നമ്മളിവിടെ കാണിക്കും. ഇനി അതേപോലെ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, അതേപോലെ ജനറൽ ഡൊണേഷൻ, ലൈഫ് മെമ്പർഷിപ്പ് ഫീ, ലെഗസി, അതേപോലെ ഗ്രാൻഡ് ഫ്രം ഗവൺമെൻറ്, ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ്, റെൻറ്റ്, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ, ഓൾഡ് ന്യൂസ് പേപ്പർ, മാഗസിൻസ്, പല സൺഡ്രി റെസിപ്റ്റ് ഓഫ് ആനുവൽ സ്പോർട്സ്. അപ്പം ഒരു വർഷം മുഴുവൻ വ്യത്യസ്ത കാറ്റഗറിയിലായിട്ട് കിട്ടിയിട്ടുള്ള പലതരത്തിലുള്ള റെസിപ്റ്റുകളെ നമ്മൾ സമ്മറൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതുന്നത്. എൻട്രൻസ് ഫീ, ഫോർ എക്സാമ്പിൾ എൻട്രൻസ് ഫീ ഇപ്പം ഒരു സ്കൂളാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിൻ്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ, ആ സ്കൂളിൽ ഒരു വർഷം ജനുവരി 1-ാം തീയതി മുതൽ ഡിസംബർ 31 വരെ ചേർന്നിട്ടുള്ള കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ എൻട്രൻസ് ഫീ വാങ്ങിയിട്ടുണ്ടാവും. ആ എൻട്രൻസ് ഫീ എല്ലാം തന്നെ സമ്മറൈസ് ചെയ്തിട്ട് ഒറ്റ നമ്മൾ ഇതിൽ എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത്. ഇനി പേയ്മെൻ്റാണ്. ആ വർഷം നടത്തിയിട്ടുള്ള മുഴുവൻ പേയ്മെൻറ്റുകളും നമ്മൾ ഈ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കേണ്ടത്. പല തരത്തിലുള്ള പേയ്മെൻറ്റുകൾ നമുക്കുണ്ടാവും. ആനുവൽ സ്പോർട്സ് എക്സ്പെൻസ് ഉണ്ടാവും, അതേപോലെ സാലറീസ് ആൻഡ് വേജസ്. ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെ ജോലിക്കാരുണ്ടാവും, അവർക്ക് നൽകിയിട്ടുള്ള സാലറി ഇപ്പോൾ ഒരു 12 മാസങ്ങളിൽ 12 പ്രാവശ്യമായിട്ട് നൽകിയിട്ടുള്ള സാലറി അല്ലെങ്കിൽ വേജസ് നമ്മൾ എല്ലാം തന്നെ ടോട്ടൽ ചെയ്ത് ഒറ്റ നമ്മൾ കാണിക്കുക റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ. അപ്പോൾ അത് സമ്മറൈസ് ചെയ്തിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ റെൻ്റ് ആൻഡ് റേറ്റ് ടാക്സ്, ഇൻഷുറൻസ്, ഫർണിച്ചർ വാങ്ങിയത്, സ്പോർട്സ് എക്യുപ്മെൻറ്റ് വാങ്ങിയത്, അങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള പേയ്മെൻറ്റുകളുണ്ടോ ആ പേയ്മെൻറ്റുകളെല്ലാം തന്നെ നമ്മളിവിടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡായിട്ടുള്ള പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ കാണിക്കും. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്ന എല്ലാ റെസിപ്റ്റുകളും, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നതെല്ലാം പേയ്മെൻറ്റുകളുമാണ്. അതിനുശേഷം നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. അതായത് ഓപ്പണിംഗ് ബാലൻസും നമുക്ക് കിട്ടിയിട്ടുള്ള റെസിപ്റ്റും അതാണ് കൂടുതലുള്ളത്. അതിനെ നമ്മൾ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയും. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ നമുക്ക് ബാലൻസ് കിട്ടുന്നത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. അതായത് ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബാലൻസ് നമ്മുടെ കയ്യിലുള്ള ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്, അതായത് കറണ്ട് ഡേയിൽ നമ്മുടെ കയ്യിൽ എത്ര ക്ലോസിംഗ് ക്യാഷ് ആയിട്ട് ബാക്കിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അതല്ല എങ്കിൽ ഇപ്പം നമ്മളിവിടെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ എല്ലാ റെസിപ്റ്റുകളും നമ്മൾ ആഡ് ചെയ്തു. അതിൽ നിന്നും എല്ലാ പേയ്മെൻറ്റുകളും നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട്, ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ബാലൻസ് ബ്രോഡ് ഡൗൺ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഈഫ്. ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ടുള്ള ബാലൻസാണ്. അതായത് നമ്മുടെ കയ്യിൽ ഇത്രയും ബാങ്കിലും ക്യാഷായിട്ടും കയ്യിലുമായിട്ട് ഇത്രയും ബാലൻസ് ഉണ്ട്. ഇനി ചില സമയത്ത് നമ്മുടെ ബാങ്കിൽ നിന്ന് നമ്മൾ വായ്പയായിട്ട് എടുത്തിട്ടുണ്ടാവും, ബാലൻസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റായിട്ട് എടുത്തിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം നമ്മുടെ പേയ്മെൻറ്റുകൾ നടത്തുന്നതിന് വേണ്ടി ബാങ്കിൽ നിന്നും വായ്പയായിട്ട് വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, ബാങ്കിൽ നിന്നും വായ്പയായിട്ട് വാങ്ങിയാണ് നമ്മൾ ബാങ്കിന് അങ്ങോട്ടേക്ക് കൊടുക്കാൻ. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റാണ്, നമ്മുടെ അക്കൗണ്ടിലുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ പിൻവലിച്ചിട്ടുണ്ട്. അതാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നെഗറ്റീവ് ബാലൻസ് ആണെങ്കിൽ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെ. എല്ലാ റെസിപ്റ്റുകളും ഡെബിറ്റ് സൈഡ് കാണിക്കും, എല്ലാ പേയ്മെൻറ്റുകളും നമ്മൾ ക്രെഡിറ്റ് സൈഡ് കാണിക്കും. ദെൻ ഇവിടെ നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് കിട്ടുന്നത്. അതായത് ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലുള്ളത്, എക്സ്പെൻസാണ് കൂടുതലുള്ളതെങ്കിൽ നമുക്ക് കിട്ടുന്ന ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ്. അത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ബാലൻസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അപ്പം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം: ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് റെസിപ്റ്റ് മൈനസ് പേയ്മെൻറ്റ് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടുമെന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക? ടേക്ക് ദ ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് ബാങ്ക് ബാലൻസ് ആൻഡ് എൻ്റർ ഓൺ ഡെബിറ്റ് സൈഡ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്നും ഓപ്പണിംഗ്
ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് എടുക്കുക, അത് ഡെബിറ്റ് സൈഡിൽ എൻട്രി ചെയ്യാം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ എൻട്രി ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൾ റെസിപ്റ്റ് എൻ്റർ ഓൺ ഡെബിറ്റ് സൈഡ്. എല്ലാ റെസിപ്റ്റും എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ടാവാം, ഏതെങ്കിലും അസറ്റ് വിറ്റ് കിട്ടിയ പൈസ ഉണ്ടാവാം, അതല്ലെങ്കിൽ റവന്യൂ ഉണ്ടാവാം, റവന്യൂ ടൈപ്പിലുള്ള റെസിപ്റ്റ് ഉണ്ടാവാം, ഒരു പക്ഷേ കഴിഞ്ഞ വർഷത്തേക്ക് വേണ്ടി കിട്ടാനുള്ള ഈ വർഷം കിട്ടിയതുണ്ടാവാം, കറണ്ട് ഇയറിന് വേണ്ടി കിട്ടിയതുണ്ടാവാം, അതല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് കിട്ടാനുള്ളത് ഈ വർഷം കിട്ടിയതുണ്ടാവാം. അതൊന്നും നമ്മൾ പരിഗണിക്കുന്നില്ല. നമ്മൾ പരിഗണിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റിൻ്റെയും ക്ലോസിംഗ് ഡേറ്റിൻ്റെയും ഇടക്കാണോ ഈ എമൗണ്ട് ലഭിച്ചിട്ടുള്ളത്. അത് ക്യാപിറ്റൽ ആയിക്കോട്ടെ, റവന്യൂ ആയിക്കോട്ടെ, ഫോർ പാസ്റ്റ് ആയിക്കോട്ടെ, കറണ്ട് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ, എല്ലാം തന്നെ നമ്മളിവിടെ റെസിപ്റ്റ് സൈഡിൽ നമ്മൾ കാണിക്കും. അതേപോലെ തന്നെ എല്ലാ പേയ്മെൻറ്റുകളും അതൊരു പക്ഷേ ക്യാപിറ്റൽ പേയ്മെൻ്റ് ആവാം, റവന്യൂ പേയ്മെൻ്റ് ആവാം, കഴിഞ്ഞ വർഷത്തേക്ക് വേണ്ടി കൊടുക്കാനുള്ളത് ഈ വർഷം കൊടുത്തതാവാം, കറണ്ട് ഇയറിന് വേണ്ടി തന്നെ കൊടുത്തതാവാം, അതല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് വേണ്ടിയുള്ളത് ഈ വർഷം കൊടുത്തതാവാം. എന്തോ ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റിൻ്റെയും ക്ലോസിംഗ് ഡേറ്റിൻ്റെയും ഉള്ളിലാണ് നമ്മൾ ഈ പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ആ പേയ്മെൻറ്റുകളെല്ലാം തന്നെ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കണം. നാലാമത്തത് ഡസ് നോട്ട് കണ്ടെയ്ൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. കൊടുക്കാൻ ബാക്കിയുള്ളതോ കിട്ടാൻ ബാക്കിയുള്ളതോ ആയിട്ടുള്ള ഒരു കാര്യവും നമ്മളിവിടെ കാണിക്കുന്നില്ല. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് എ ക്യാഷ് ബുക്ക്. ആക്ച്വലായിട്ട് ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയതും, അത് ബാങ്ക് ആയിക്കോട്ടെ ക്യാഷ് ആയിക്കോട്ടെ, അതേപോലെ ക്യാഷായിട്ട് ലഭിച്ചതും, ഒന്നുകിൽ ഡെബിറ്റ് എൻട്രിയിൽ ക്യാഷ് വേണം, അല്ലെങ്കിൽ ക്രെഡിറ്റ് എൻട്രിയിൽ ക്യാഷ് വേണം, അല്ലെങ്കിൽ ബാങ്ക് വേണം. ഇവിടെ ക്യാഷായിട്ട് കൊടുത്തതും ക്യാഷായിട്ട് കിട്ടിയതും മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ബാങ്കായിട്ട് കിട്ടിയതും ബാങ്കായിട്ട് കൊടുത്തതും മാത്രമേ നമ്മളിവിടെ കാണിക്കുന്നുള്ളൂ. കിട്ടാൻ ബാക്കിയുള്ളതോ കൊടുക്കാൻ ബാക്കിയുള്ളതോ ആയിട്ടുള്ള ഒരു കാര്യവും നമ്മളിവിടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് കാണിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതി, എല്ലാ റെസിപ്റ്റും എഴുതി, എല്ലാ പേയ്മെൻറ്റുകളും എഴുതി, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡാണ് കൂടുതലുള്ളത്, ഡെബിറ്റ് ബാലൻസ് ആണ് എങ്കിൽ അത് നമുക്കറിയാം ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് ആണ്. നമുക്ക് ബാലൻസിങ് ഫിഗർ കിട്ടുക ക്രെഡിറ്റ് സൈഡിലാണ്. ഇനി ക്രെഡിറ്റ് സൈഡാണ് കൂടുതലുള്ളത്, അതിന് നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയും. അതിനർത്ഥം എക്സ്പെൻസ് കൂടുതലാണ്, പേയ്മെൻറ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ബാലൻസ് ലഭിക്കുന്ന ഡെബിറ്റ് സൈഡിലായിരിക്കും. അതിനെ നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയും. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് പറയാം. ടി ഫോമിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഡെബിറ്റ് സൈഡിൽ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് എഴുതുക, ദെൻ ഡെബിറ്റ് സൈഡിൽ എല്ലാ റെസിപ്റ്റുകളും എഴുതുക, ഒരു വർഷം കിട്ടിയിട്ടുള്ള മുഴുവൻ റെസിപ്റ്റുകളും നമ്മൾ എഴുതുക. ക്രെഡിറ്റ് സൈഡിൽ എല്ലാ പേയ്മെൻറ്റുകളും എഴുതുക. അതേപോലെ ഔട്ട്സ്റ്റാൻഡിങ്ങും അക്രൂഡും അതൊന്നും തന്നെ നമ്മൾ എവിടെയും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നോൺ ക്യാഷ് ഐറ്റംസ് ഡിപ്രിസിയേഷൻ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. അതിനുശേഷം സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് പോലെ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ നമുക്ക് ബാലൻസിങ് ഫിഗർ കിട്ടുക ക്രെഡിറ്റ് സൈഡിലായിരിക്കും, അത് ക്ലോസിങ് ക്യാഷ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമുക്ക് ബാലൻസിങ് ഫിഗർ ലഭിക്കുക ഡെബിറ്റ് സൈഡിലായിരിക്കും, അത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. നമ്മൾ പറഞ്ഞു ഒരു ക്യാഷ് ബുക്കിൻ്റെ സമ്മറിയാണ്. സെക്കൻഡ് വൺ, ഇറ്റ് ഷോസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഓൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീരിയഡ് ടു വിച്ച് പെർട്ടൈൻ. ഏത് കാലയളവിന് വേണ്ടി കിട്ടിയതാണെന്ന് പരിഗണിക്കാതെ എല്ലാ പേയ്മെൻറ്റുകളും എല്ലാ റെസിപ്റ്റുകളും നമ്മളിതിൽ കാണിക്കും. പക്ഷേ ഒരു കണ്ടീഷൻ, ഈ എമൗണ്ട് ലഭിച്ചിട്ടുള്ളത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റിൻ്റെയും ക്ലോസിംഗ് ഡേറ്റിൻ്റെയും ഇടയിലായിരിക്കണം. തേർഡ് വൺ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് വെദർ ദേ ആർ ഓഫ് ക്യാപിറ്റൽ നേച്ചർ ഓർ റവന്യൂ നേച്ചർ. അപ്പോൾ അത് ക്യാപിറ്റൽ നേച്ചറുള്ളതാണെങ്കിലും റവന്യൂ നേച്ചറുള്ളതാണെങ്കിലും നമ്മളിവിടെ കാണിക്കും. ദെൻ നോ ഡിസ്റ്റിങ്ഷൻ ഈസ് മെയ്ഡ് ഇൻ റെസ്പെക്ട് ഇൻ റെസിപ്റ്റ് ഓർ പേയ്മെൻറ്റ് മെയ്ഡ് ഇൻ ക്യാഷ് ഓർ ത്രൂ ബാങ്ക്. ഇവിടെ
ബാങ്കായിട്ട് കൊടുത്തതോ അല്ലെങ്കിൽ ക്യാഷായിട്ട് നൽകിയതോ രണ്ടിനും യാതൊരു വ്യത്യാസവുമില്ല, ഒരേപോലെ തന്നെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. അഞ്ചാമത്തെ പോയിന്റ്, നോ നോൺ ക്യാഷ് ഐറ്റംസ് സച്ച് എസ് ഡിപ്രിസിയേഷൻ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം എക്സെട്ര ആർ ഷോൺ ഇൻ ദിസ് അക്കൗണ്ട്. നോൺ ക്യാഷ് ആയിട്ടുള്ള ഒരു ഐറ്റവും നമ്മളിതിൽ കാണിക്കുന്നില്ല. ഡിപ്രിസിയേഷൻ കാണിക്കുന്നില്ല, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് കാണിക്കുന്നില്ല, അക്രൂഡ് ഇൻകം കാണിക്കുന്നില്ല. ഇതൊന്നും തന്നെ നമ്മൾ ഈ ഒരു റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കുന്നില്ല. ദെൻ ലാസ്റ്റ് വൺ, ഇറ്റ് ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് വെച്ചുകൊണ്ടാണ്. അതായത് ഒന്നുകിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ആവാം അല്ലെങ്കിൽ ബാങ്കിലുള്ള ക്യാഷ് ആവാം. ആൻഡ് ക്ലോസസ് വിത്ത് ദ ഇയർ ആൻഡ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ്. അവസാനിക്കുന്നത് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് കൊണ്ടായിരിക്കും. അപ്പോൾ ഇത് നേരെ ഓവർ ഡ്രാഫ്റ്റ് കൊണ്ടും ആരംഭിക്കുകയും ഓവർ ഡ്രാഫ്റ്റ് കൊണ്ടും അവസാനിക്കുകയും ചെയ്യാം.